ഏകസത്യദൈവത്തിൻ്റെ പരിജ്ഞാനം കൊണ്ട് സർവ്വഭൂമിയും നിറയുമാറാകട്ടെ. പ്രിയ വായനാ സുഹൃത്തെ, ഇന്നത്തെ പുതിയ വായനയിലേക്ക് താങ്കൾക്ക് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം. ഇന്ന് ജൂലൈ 29. ഒന്നാമത്തെ വായനാഭാഗം 2 ശമൂവേൽ 15-ാം അധ്യായം. ഇവിടെ ഒരു പുതിയ സംഭവം ഉണ്ടാകുന്നത്, അബ്ശാലോം ഒരു രഥവും കുതിരകളെയൊക്കെ തൻ്റെ സമ്പാദിച്ചു. അതിൻ്റെ കൂടെ ഓടാൻ 50 അകമ്പടികളെ ആൾക്കാരെ സമ്പാദിച്ചു. രാവിലെ എഴുന്നേറ്റ് പടിവാതിൽക്കലിൻ്റെ അവിടെ നിൽക്കും. ദാവീദ് രാജാവിനെ വ്യവഹാരങ്ങളോ അല്ലെങ്കിൽ ന്യായപാലനത്തിനൊക്കെ വരുന്നവരെ വഴിയിൽ പിടിച്ചു നിർത്തിയിട്ട് അവരോടൊക്കെ കുശലം സംസാരിക്കും. നിൻ്റെ കാര്യം ന്യായമുള്ളതാണ്, പക്ഷേ ഇതൊന്നും കേൾക്കാൻ രാജാവ് ആരെയും ഏൽപ്പിച്ചാക്കിയിട്ടില്ലല്ലോ. അവർക്കൊക്കെ ന്യായാധിപനായി എന്നെ ആക്കിയെങ്കിൽ കൊള്ളാമായിരുന്നു എന്നൊക്കെ അവരോട് പറയും. എന്നിട്ട് അവരെ കെട്ടിപ്പിടിക്കും, ചുംബിക്കും. അപ്പോൾ അങ്ങനെ ഉദ്ദേശം ഇതാണ്, ആളുകൾക്ക് അബ്ശാലോമിനോട് ഇഷ്ടം തോന്നണം. അതിനുള്ള ഒരു കുറുക്ക് വഴിയാണ് ഇവിടെ ചെയ്യുന്നത്. നന്മ ചെയ്തിട്ടല്ല, ഇങ്ങനെ ഒരു കള്ളത്തരം കാണിച്ചുമൊക്കെയാണ് ഇത് ചെയ്യുന്നത്. അപ്പം അങ്ങനെ ഒരുപാട് പേര് ഇസ്രായേലർ ഈ അബ്ശാലോമിനെ ഇഷ്ടപ്പെടുകയും അബ്ശാലോമിൻ്റെ വശത്താകുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഒരു 4 വർഷം കഴിഞ്ഞപ്പം അബ്ശാലോം രാജാവിനോട് പറഞ്ഞു, ഞാൻ യഹോവയ്ക്ക് ഒരു നേർച്ച നേർന്നിട്ടുണ്ട്, അത് ഹെബ്രോനിൽ ചെന്ന് കഴിക്കാൻ അനുവാദം തരണം. ഞാൻ ഗഷൂരിൽ ആയിരുന്ന സമയത്ത് ചെയ്തൊരു നേർച്ചയാണ്, അങ്ങനെ എന്നെ വിടണമെന്ന് പറഞ്ഞു. അങ്ങനെ ഹെബ്രോനിലേക്ക് പോവുകയും ചെയ്തു. എന്നാൽ അവിടെ അബ്ശാലോം ഇസ്രായേൽ ഗോത്രങ്ങളെല്ലാവരും ചാരന്മാരെ അയച്ചിട്ട്, നിങ്ങൾ കാഹളനാദം കേൾക്കുമ്പോൾ, ഇതിനെല്ലാം ആളുകളെയൊക്കെ റെഡിയാക്കി വെച്ചിട്ടാണ്, കാഹളനാദം കേൾക്കുമ്പോൾ അബ്ശാലോം ഹെബ്രോനിൽ രാജാവായിരിക്കുന്നു എന്ന് വിളിച്ചു. അപ്പം നേരത്തെ ദാവീദ് രാജാവായിരുന്ന സ്ഥലം ഹെബ്രോൻ ആയിരുന്നല്ലോ. ഹെബ്രോനിൽ 7 വർഷം ഉണ്ടായിരുന്നു. അവിടെ നിന്നാണ് യെരുശലേമിലേക്ക് വന്നത്. അപ്പം അബ്ശാലോം ഹെബ്രോനിൽ രാജാവായിരിക്കുന്നെന്ന് വിളിച്ചു പറയാൻ പറഞ്ഞു. അപ്പോൾ അവിടെ യെരുശലേമിൽ നിന്ന് ക്ഷണിക്കപ്പെട്ട 200 പേരുണ്ടായിരുന്നു. അവരെ പ്രത്യേകിച്ച് ഈ അബ്ശാലോമിൻ്റെ കുതന്ത്രമോ അല്ലെങ്കിൽ സൂത്രമോ ഒന്നും അറിയാതെ പോയതാണ്. അതുപോലെ ദാവീദിൻ്റെ മന്ത്രി അഹീത്തോഫേലും അയാളുടെ കൂടെ അങ്ങനെ പോകേണ്ടി വന്നു. അബ്ശാലോമിനെ വിളിച്ചു വരുത്തിയിരുന്നു. അപ്പോൾ അദ്ദേഹം അറിയാതെ ചെന്ന് പെട്ടതാണ്. അപ്പോൾ അങ്ങനെ ദിവസവും അബ്ശാലോമിൻ്റെ അടുക്കൽ ജനം വന്ന് കൂടി കൂട്ടുകെട്ടിന് ബലമേറിയേറി വന്നു. അപ്പോൾ അങ്ങനെ ഒരു ദൂതൻ വന്ന് ദാവീദിൻ്റെ അടുക്കൽ പറഞ്ഞു, ദാവീദ് അബ്ശാലോമിനോട് ജനമെല്ലാം യോജിച്ചു പോയി എന്നറിയിച്ചു. അപ്പോൾ ദാവീദ് യെരുശലേമിൽ തന്നോട് കൂടെയുള്ള സകല ഭൃത്യന്മാരോട്, നാം എഴുന്നേറ്റ് ഓടിപ്പോകാം, അല്ലെങ്കിൽ അവൻ ഇവിടെ വന്ന് അവൻ ഉപദ്രവിക്കും, അല്ലെങ്കിൽ കൊല്ലും, അനർത്ഥം വരുത്തും, പട്ടണത്തിൻ്റെ വാലിൻ്റെ വായ്ത്തല നശിപ്പിക്കും, അതൊക്കെ ചെയ്യാൻ നമുക്ക് ഇവിടുന്ന് പുറപ്പെട്ടു പോകാമെന്ന് പറഞ്ഞ് അങ്ങനെ രാജാവ് പുറപ്പെട്ടു പോയി. അവൻ്റെ വീട്ടുകാരും എല്ലാവരും കൂടെ പോയി, ജനം കൂടെ പോയി. രാജധാനി സൂക്ഷിപ്പാൻ രാജാവ് 10 വെപ്പാട്ടികളെ അവിടെ താമസിച്ചിരുന്നു, രാജധാനി സൂക്ഷിക്കാൻ വേണ്ടിയിട്ട്. ബാക്കി എല്ലാ ജനവും കടന്നുപോയി. അതിൻ്റെയൊക്കെ ഒരു ഗിത്യനായ ഇദ്ധായി ഇദ്ധായിട്ട് പറഞ്ഞു, നീ ഞങ്ങളുടെ കൂടെ വരണ്ട, നീ മടങ്ങി ചെന്ന് രാജാവിനോട് ഒരു പാർക്ക്, നീ നിൻ്റെ സ്ഥലത്തേക്ക് തന്നെ പൊക്കള എന്ന് പറയും, നീ ഇന്നലെ വന്നതേ ഉള്ളൂ എന്നും പറയും. ഇദ്ധായി രാജാവിനോട് പറയും, യജമാനായ രാജാവാണ്, യജമാനായ രാജാവ് എവിടെ ഇരിക്കുന്നുവോ അവിടെ തന്നെ മരണമോ ജീവനോ എന്ത് വന്നാലും ഞാനും ഇരിക്കുമെന്ന് പറഞ്ഞു. അപ്പം ദാവീദ് പറഞ്ഞു, ഇദ്ധായിയോട് പറഞ്ഞു, എന്നാൽ നീ കൂടെ പോരാൻ പറഞ്ഞു. അങ്ങനെ ഇദ്ധായിയും അവൻ്റെ ആളുകളും അവനോടുള്ള കുഞ്ഞുകുട്ടികളും എല്ലാം കടന്നുപോയി. കഴിഞ്ഞിട്ട് പിന്നെ പെട്ടകം, ലേവ്യരും ഒക്കെ പെട്ടകം ചുമന്നുകൊണ്ട്, പെട്ടകവും ഇപ്പം ദാവീദിൻ്റെ കൂടെ എത്തി. പക്ഷേ പുരോഹിതനായ സാദോക്കിനോട്, ദർശക, നീ സമാധാനത്തോടെ പട്ടണത്തിലേക്ക് മടങ്ങിപ്പോക, ഈ പെട്ടകവും രാജാവ് സാദോക്കിനോട്, നീ പെട്ടകം പട്ടണത്തിലേക്ക് തന്നെ തിരികെ കൊണ്ടുപോകാം, യഹോവയ്ക്ക് എന്നെ ഇവിടെ കൃപ തോന്നിയാൽ അവൻ എന്നെ മടക്കി വരുത്തും, ഇതും തിരുനിവാസവും കാണാൻ എനിക്കിടയാകും. അല്ല ദൈവത്തിന് പ്രസാദമില്ലെങ്കിൽ എനിക്ക് ദൈവം വയ്ക്കുന്നത് എന്താണോ അത് ഞാൻ അനുഭവിക്കും. സാദോക്കിനോട് തിരിച്ച് പട്ടണത്തേക്ക് പോകാൻ പറഞ്ഞു. നിൻ്റെ 2 നിങ്ങളുടെ 2 പുത്രന്മാർ, നിൻ്റെ മകൻ അഹീമാസും അബ്യാഥാരിൻ്റെ മകൻ യോനാഥാനും നിങ്ങളോട് കൂടെ ഉണ്ടല്ലോ. എനിക്ക് നിങ്ങളുടെ അടുക്കൽ നിന്ന് സൂക്ഷ്മ വർത്തമാനം കിട്ടും വരെ ഞാൻ മരുഭൂമിയിലെ കടവെങ്കിൽ താമസിക്കും.
എന്നിടയ്ക്ക് അഹിത്തോഫൽ അഹിത്തോഫൽ ഈ അബ്ശാലോമിൻ്റെ കൂടെ ഉണ്ടെന്ന് ദാവീദ് അറിയുന്നു. ദാവീദ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് അഹീത്തോഫേലിൻ്റെ ആലോചനയെ അബദ്ധമാക്കണമേ. അഹീത്തോഫേൽ പറയുന്ന ആലോചന നടക്കരുത് എന്ന് പറയാം. മന്ത്രിയാണ്, ദാവീദിൻ്റെ മന്ത്രിയായിരുന്ന ആൾ ഇപ്പോൾ അബ്ശാലോമിൻ്റെ കൂടെ ഉണ്ട്. അവിടെ ചെന്ന് പെട്ടുപോയി, പക്ഷേ ഇനി അവിടെ നിന്ന് പുറപ്പെട്ടു വരാനൊക്കത്തില്ല. ദാവീദ് താൻ മറുകണ്ഠം ചാടി എന്ന് മനസ്സിലാക്കും എന്നുള്ളത് കൊണ്ടായിരിക്കാം. അഹീത്തോഫേലിൻ്റെ ആലോചന അബദ്ധമാക്കണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചു. പിന്നെ അപ്പോൾ ഹൂശായി എന്ന് പറഞ്ഞൊരാൾ തലയിൽ മണ്ണും വാരിയിട്ടുണ്ട് ദാവീദിനെതിരെ വന്നു. നീ എന്നോടുകൂടെ പോന്നാൽ എനിക്ക് ഭാരമായിരിക്കും. നീ പട്ടണത്തിലേക്ക് മടങ്ങി ചെന്ന് അബ്ശാലോമിനോട്, രാജാവേ, ഞാൻ നിൻ്റെ ദാസനായിരുന്നു കൊള്ളാം. എൻ്റെ അപ്പന് ഞാൻ ദാസനായിരുന്നത് പോലെ, അതായത് ദാവീദിന് ദാസനായിരുന്നത് പോലെ ഞാനും ആയിരിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ നീ അവിടെ ചെന്നിരുന്നാൽ നിനക്ക് അഹീത്തോഫേലിൻ്റെ ആലോചനയെ വ്യർത്ഥമാക്കുവാൻ കഴിയും. അവിടെ നിന്നോടുകൂടെ പുരോഹിതന്മാരായ സാദോക്കും അബ്യാഥാരുമുണ്ട്. സാദോക്കിൻ്റെ മകൻ അഹീമാസും അബ്യാഥാരിൻ്റെ മകൻ യോനാഥാനുമുണ്ട്. നീ രാജധാനിയിൽ കേൾക്കുന്ന വർത്തമാനം ഈ സാദോക്കിനെ അബ്യാഥാരിനെ അറിയിക്കണം. അവരവരുടെ മക്കളോട് ഇത് പറയും, അവർ എന്നെ വന്ന് അറിയിക്കും. അപ്പോൾ ഇത് പല വഴിക്കാണ്. ഹൂശായി എവിടെയുണ്ട്? ഹൂശായി അത് സാദോക്കിനെ അബ്യാഥാരനും പറയും. അപ്പോൾ സാദോക്കും ഹൂശായി നേരിട്ട് വന്ന് രാജാവിനോടല്ല പറയുന്നത്. അത് പറയപ്പെടുന്ന സാദോക്കും അബ്യാഥാനുമല്ല ദാവീദിനോട് ഇത് വന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കടമ്പകൾ കടന്നു വരുമ്പോഴത്തേക്ക് ഇത് എങ്ങനെയാണ് ഈ വാർത്തകൾ ഇവിടെ എത്തുന്നതെന്നോ, അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ കൊട്ടാരത്തിലുള്ള ആരെങ്കിലും ആണോ ദാവീദിൻ്റെ വാർത്തകൾ എത്തിക്കുന്നതെന്നോ തെളിവുകൾ കിട്ടാതെ, അല്ലെങ്കിൽ ഈ പോകുന്ന വഴികളൊന്നും പെട്ടെന്ന് പിടിക്കപ്പെടാതിരിക്കാൻ വേണ്ടി, പിന്നെ അത് കഴിഞ്ഞിട്ട് സാദോക്കിൻ്റെയും അബ്യാഥാറിൻ്റെയും ഓരോ മക്കൾ അവരുടെയിലാണ് എത്തിക്കുന്നത്. അവരാണ് ദാവീദ് രാജാവിനെ കാര്യങ്ങൾ അറിയിക്കുന്നത്. അങ്ങനെയാണ് അവർ ക്രമീകരിച്ച് ദാവീദ് പറയുന്നത്. അങ്ങനെ അവർ ദാവീദിൻ്റെ സ്നേഹിതനായ ഹൂശായി പട്ടണത്തിൽ ചെന്നു. അബ്ശാലോമും യെരുശലേമിലെത്തി. അപ്പം ദാവീദ് നേരത്തെ ഭയപ്പെട്ടത് തന്നെ അവിടെ സംഭവിച്ചു. അബ്ശാലോം വരും, അതുകൊണ്ട് നമുക്കിവിടെ നിൽക്കണ്ട എന്ന് പറഞ്ഞ് പോയത്. അതുപോലെ തന്നെ അബ്ശാലോം അവിടെ എത്തി എന്ന് നമ്മൾ കാണുകയാണ്. ഈ അബ്ശാലോം എന്തുകൊണ്ടാണ് തൻ്റെ പിതാവായ ദാവീദിനെതിരെ വന്നിരിക്കുന്നത്? അത് മുമ്പ് ദൈവത്തിൻ്റെ ഒരു ശാപം, ദൈവം പറഞ്ഞൊരു കാര്യം അത് സംഭവിക്കുകയാണ്. നിൻ്റെ ഗ്രഹത്തിൽ നിന്ന് തന്നെ നിനക്ക് ഞാനൊരു വാൾ വരുത്തും, അല്ലെങ്കിൽ നിൻ്റെ ഗ്രഹത്തിൽ നിന്ന് തന്നെ നിനക്ക് ഞാനൊരു അനർത്ഥം വരുത്തും എന്ന് പറയുന്നത്. നിൻ്റെ ഗ്രഹത്തിൽ നിന്ന് പറഞ്ഞാൽ നിൻ്റെ ഗ്രഹം വെച്ചാൽ നിൻ്റെ കുടുംബത്തിൽ നിന്ന് തന്നെ. ആ കുടുംബത്തിൽ നിന്ന് ഒരുത്തൻ എഴുന്നേറ്റിരിക്കുകയാണ് ഇപ്പോൾ ദാവീദിനെതിരായിട്ട്. അങ്ങനെയാണ് ദാവീദ് ഇപ്പോൾ ഓടിപ്പോകേണ്ടി വന്നത്. മുമ്പൊരിക്കലും ഓടിപ്പോയ കഥ നമുക്കറിയാം. ഓടി എവിടെല്ലാം പോയി ശൗലിൻ്റെ കാലത്ത്. അന്ന് ദാവീദിൻ്റെ പേരിൽ കുറ്റമില്ലായിരുന്നു, ശൗലാണ് അതിൻ്റെ അന്നത്തെ പ്രതിയെങ്കിൽ ഇന്നിവിടെ അബ്ശാലോമല്ല, ഇവിടുത്തെ പ്രതി ദാവീദ് തന്നെയാണ്. ദാവീദിന് ദൈവം വെച്ച ശിക്ഷയാണ് ഇവിടെ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിപ്പം എത്ര ഉയർന്നവനായാലും ദൈവസന്നിധിയിൽ തെറ്റുന്നതിന് ദൈവം ശിക്ഷ കൊടുക്കുന്നതിനെ ചെയ്യും എന്നുള്ള ഒരു ബോധ്യപ്പെടുന്ന ഒരു കാര്യം കൂടെ നമ്മളിവിടെ മനസ്സിലാക്കുകയാണ്. രണ്ടാമത്തെ വായനാഭാഗം യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകം 19-ാം അധ്യായം. ഇവിടെ ദൈവം യിരെമ്യാ പ്രവാചകനോട് പറയുന്നത്, നീ കുശവനോട് പോയി ഒരു മൺകുടം വിലയ്ക്ക് വാങ്ങി ജലത്തിൻ്റെ മൂപ്പന്മാരിലും പുരോഹിതന്മാരിലും ഒക്കെ കൂട്ടിക്കൊണ്ട് ബെൻഹിന്നോം താഴ്വരയിൽ ചെന്ന് ഞാൻ നിന്നോട് പ്രസ്താവിക്കുന്ന വാക്കുകൾ അവിടെ വെച്ച് പറയണം. ഇപ്പോൾ യഹൂദ രാജാക്കന്മാരും ഇസ്രായേൽ നിവാസികളുമായുള്ളവരെ, നിങ്ങൾ ദൈവത്തിൻ്റെ വചനം കേൾക്കുക. ഇസ്രായേൽ ദൈവമായ യഹോവ ഇപ്രകാരമല്ല ചെയ്യുന്നു, കേൾക്കുന്നവൻ്റെ ചെവി മുഴങ്ങത്തക്കവണ്ണം ഞാൻ ഈ സ്ഥലത്തിന് ഒരു അനർത്ഥം വരുത്തും. അവർ എന്നെ ഉപേക്ഷിച്ച് ഈ സ്ഥലത്തെ വഷളാക്കി. ബെന്ഹിന്നോം താഴ്വരയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഈ സ്ഥലത്തെ അശുദ്ധമാക്കി. തങ്ങളുടെ പിതാക്കന്മാരും യഹൂദ രാജാക്കന്മാരും അറിഞ്ഞിട്ടില്ലാത്ത അന്യദേവന്മാർക്ക് അവിടെ വെച്ച് ധൂപം കാട്ടി ഈ സ്ഥലത്തെ കുറ്റമില്ലാത്തവർ രക്തം കൊണ്ട് നിറയ്ക്കുകയും. ഇതേ കാര്യം തന്നെ യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകം 7-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. അത് പറഞ്ഞിട്ടാണ് ഇപ്പോൾ ഈ ബെന്ഹിന്നോം താഴ്വരയിൽ തന്നെ വന്ന് നിന്നിട്ട് ഇത് വീണ്ടും പറയുന്നത്. നിങ്ങൾ കുറ്റമില്ലാത്തവരുടെ രക്തം കൊണ്ട് നിറയ്ക്കുകയും ബാലിന് ഹോമബലികളായി തങ്ങളുടെ പുത്രന്മാരെ തീയിലിട്ട് ദഹിപ്പിപ്പാൻ ബാലിന് പൂജാഗിരികളെ പണിയുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ അവിടെ വെച്ചത് ഇവർ മുമ്പ് ഈ അന്യദേവങ്ങൾക്ക് അന്യജാതികൾ ചെയ്യുന്നത് പോലെ മക്കളെ, പുത്രന്മാരെ എന്നല്ലേ പറഞ്ഞു, പുത്രന്മാരെ ബലി കൊടുക്കുകയാണ്, തീയിലിട്ട് ദഹിപ്പിക്കുന്നു. അപ്പം മനുഷ്യബലി മറ്റു ജാതികൾ ചെയ്തിരുന്നത് ഇവരും ഇസ്രായേലരും ചെയ്തു എന്നുള്ളതാണ്.
ബാലിന് പൂജാഗിരികളെ പണിയുകയും ചെയ്തിരിക്കുന്നു. അത് ഞാൻ ദൈവം കൃത്യമായി പറയണം, അത് ഞാൻ കൽപ്പിച്ചിട്ടില്ല, അരുളി ചെയ്തിട്ടില്ല, എൻ്റെ മനസ്സിൽ വന്നിട്ടുമില്ല. അതുകൊണ്ട് ഈ സ്ഥലത്തിന് ഇനി തോഫത്ത് എന്നും ബെൻഹിന്നോം താഴ്വര എന്നും പറയാതെ കൊലത്താഴ്വര എന്ന് പറയുന്ന കാലം വരും എന്നാണ് ദൈവം ഇവിടെ യിരെമ്യാ പ്രവാചകനോട് സംസാരിക്കുന്നത്. ദൈവത്തിൻ്റെ വാക്കുകൾ യിരെമ്യാ പ്രവാചകൻ പറയുകയാണ്, ഇതിന് കൊലത്താഴ്വര, ഫയർ ഓഫ് ഹെൽ എന്നാണ് അതിന് പറയുക. ഫയർ ഓഫ് ഹെൽ, കൊലത്താഴ്വര എന്ന് പറയുന്ന കാലം വരും. ബെൻഹിന്നോം എന്ന് പറഞ്ഞാൽ ഹിന്നോമിൻ്റെ മകൻ എന്നേ അർത്ഥമുള്ളൂ. ബെൻഹിന്നോം താഴ്വര, ഹിന്നോമിൻ്റെ മകൻ്റെ താഴ്വര എന്നുള്ളതാണ്. അപ്പം ഹിന്നോം എന്നൊരാളുണ്ടായിരുന്നിരിക്കണം, അദ്ദേഹത്തിൻ്റെ മകൻ ഉണ്ടായിരുന്നിരിക്കണം. ആ മകൻ്റെ അവരുടെ പേരിലുള്ള ഒരു താഴ്വര ആയിരിക്കണം ഈ സ്ഥലം മുമ്പ്. ഇവിടെ കൊലത്താഴ്വര എന്ന് പറയുമ്പം വാലി ഓഫ് സ്ലോട്ടറാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഫയർ ഓഫ് ഹെൽ അല്ല, വാലി താഴ്വര ഓഫ് സ്ലോട്ടർ എന്നർത്ഥം. കൊലത്താഴ്വര എന്ന് പേര് പറയുന്ന കാലം. അപ്പം രണ്ടും അങ്ങനെ മുമ്പുണ്ടായിരുന്ന ആ പേരിനെ ഇത് കൊലത്താഴ്വര എന്ന് പറയുന്ന കാലം വരും എന്ന് ദൈവം പറയുന്നു. ഞാൻ അവരെ ഈ സ്ഥലത്ത് വെച്ച് യഹൂദായുടെയും യെരുശലേമിൻ്റെയും ആലോചനയെ നിഷ്ഫലമാക്കും. ഞാൻ അവരെ ശത്രുക്കളുടെ മുമ്പിൽ വാളുകൊണ്ടും അവർക്ക് പ്രാണഹാനി വരുത്തുവാൻ നോക്കുന്നവരുടെ കൈകൊണ്ടും വീഴുമാറാക്കുകയും അവരുടെ ശവങ്ങളെ ആകാശത്തിലെ പക്ഷികൾക്കും കാട്ടിലെ മൃഗങ്ങൾക്ക് ഇരയാക്കി കൊടുക്കുകയും ചെയ്യും. ഞാൻ ഈ നഗരത്തെ സ്തംഭനത്തിനും പരിഹാസനും വിഷയമാക്കി തീർക്കും. അതിനരികെ കടന്നു പോകുന്ന ഏവനും സ്തംഭിച്ച് അതിന് നേരിട്ട സകല ബാധകളും നിമിത്തം ചൂളകുത്തും. അപ്പോൾ ജനം കാണുന്നവരൊക്കെ, അയ്യോ, ഇത് എങ്ങനെ ഇരുന്ന പട്ടണമാണ്, എന്ത് സമൃദ്ധിയും എന്ത് പ്രതാപവും ഉണ്ടായിരുന്നതാണ്, അതിങ്ങനെ ആയിപ്പോയല്ലോ. നമ്മൾ ഇന്നലെ കഴിഞ്ഞ ദിവസം ആണെന്ന് തോന്നുന്നു അങ്ങനെ ഒരു കാര്യം ജനമൊക്കെയും അന്വേഷിക്കുകയാണ്, ഇതെന്താണ് ഇങ്ങനെ സംഭവിക്കാൻ കാരണം, ഇതിങ്ങനെ ആയിരുന്നില്ലല്ലോ എന്ന് പറയുകയാണ്. എന്നിട്ട് പിന്നെ ദൈവം പറയുകയാണ്, നിന്നോട് ഇപ്പം ഉണ്ടായിരുന്ന ആ പുരുഷന്മാർ കാണുക, നീ ആ മൺകുട ഉടയ്ക്കണം. മുമ്പൊരു കളിമണ്ണ് കുഴച്ചുകൊണ്ടിരിക്കുന്ന കുശവൻ്റെ കയ്യിൽ നിന്ന് ആ കളിമണ്ണ് പാത്രം ഉണ്ടാക്കുമ്പോൾ അത് ഉടഞ്ഞു പോയിട്ട് ആ കളിമണ്ണ് കൊണ്ട് തന്നെ വീണ്ടും മറ്റൊരു നല്ലൊരു പാത്രം ഉണ്ടാക്കുന്നതിനെക്കുറിച്ച് ദൈവം പറയുന്നുണ്ട്, ഉദാഹരിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ സംഭവിക്കുന്ന എന്താണ്, അതങ്ങനെ ഉടഞ്ഞു പോയാലും അതിനെ ഒരു കുശവൻ അവൻ്റെ കൈ കൊണ്ട് അതിനെ വീണ്ടും പണിയുന്നത് പോലെ ഞാൻ എൻ്റെ ജനത്തെ പണിയുമെന്നാണ് ഇവർ പറയുന്നത്. പക്ഷെ ഇവിടെ എന്താ സംഭവിക്കുന്നത് അറിയാമോ? ഈ പാത്രം ഉടച്ചു കളഞ്ഞാൽ, നമുക്കറിയാമല്ലോ, ഒരു മൺപാത്രം എല്ലാം ഫൈനലായ എല്ലാം പണികളും തീർത്ത് ഉപയോഗയോഗ്യമായ ഒരു മൺപാത്രം ഉടഞ്ഞു പോയാൽ പിന്നെ അതിനെ കൂട്ടിച്ചേർക്കാനൊക്കത്തില്ല. അതാണ് ദൈവം ഇവിടെ പറയുന്നത്. ഈ മൺകുടം ഉടഞ്ഞ് ഇനി അത് ചേർക്കാൻ പറ്റാത്തതുപോലെ, അതല്ലെങ്കിൽ നേരെയാക്കാൻ പറ്റാത്തതുപോലെ ആയതുപോലെ ഞാൻ ഈ നഗരത്തെ ഉടച്ചു കളയും. അത് അവരെയൊക്കെയും മരിച്ചവരെയൊക്കെ തോഫത്തിലടക്കം ചെയ്യും, സ്ഥലമില്ലാത്തത് കൊണ്ട്. അങ്ങനെ ഞാൻ ഈ സ്ഥലത്തോടും അതിലെ നിവാസികളോടും ചെയ്യും. അപ്പം ദൈവം തൻ്റെ ജനത്തെ, തൻ്റെ സ്വന്തം ജനത്തെ, ദൈവം കരയുന്നതിനെക്കുറിച്ച് ഒക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞ ഇടയ്ക്ക് നമ്മൾ വായനയിലുണ്ടായിരുന്നു. അപ്പം അവിടെ പറയുന്നത് മലിനമായിരിക്കുന്ന യെരുശലേം വീടുകൾ തന്നെ മലിനമായിരിക്കുന്നതാണ്. രാജാക്കന്മാരുടെ അരമനകളും മലിനമായിരിക്കുന്നു. എന്തുകൊണ്ടാണ് മലിനമായിരിക്കുന്നത്? ഈ അന്യദേവന്മാരെ കൊണ്ട് മലിനമായിരിക്കുന്നു. അതല്ലാതെ വേറെ ഒരു സംഗതിയിലും ദൈവം ഇത്ര കൊണ്ട് കോപം വരുന്നില്ല. ആകാശത്തിലെ സർവ്വസൈന്യത്തിനും അവർ മേൽപ്പുരകളിൽ വെച്ച് ധൂപം കാണിക്കുകയും അന്യദേവന്മാർക്ക് പാനീയ ബലി പകരുകയും ചെയ്ത എല്ലാ വീടുകളും തന്നെ തോഫത്ത് എന്ന സ്ഥലം പോലെയാകും. തോഫത്ത് എന്തായി? അത് കൊലത്താഴ്വര, വാലി ഓഫ് സ്ലോട്ടർ എന്നായി. അതുപോലെ തോഫത്ത് എന്ന സ്ഥലം പോലെ, ബെൻഹിന്നോം തോഫത്ത് എന്ന സ്ഥലം പോലെ ആകും. പിന്നെ അവിടെ ആ തോഫത്തിൽ യിരെമ്യാ പ്രവാചകൻ വരികയാണ്. യഹോവയുടെ ആലയത്തിൻ്റെ പ്രകാരത്തിൽ നിന്നുകൊണ്ട് സകല ജനത്തോടും ഇസ്രായേലിൻ്റെ ദൈവമായ സൈന്യങ്ങളെ യഹോവപ്രകാരം അരുളി ചെയ്യുന്നു, അവർ എൻ്റെ വചനങ്ങളെ കേൾക്കാതെ ശാഠ്യം പിടിച്ചിരിക്കൊണ്ട് ഞാൻ ഈ നഗരത്തിന് വിധിച്ചിരിക്കുന്ന അനർത്ഥമൊക്കെയും അതിനും അതിനടുത്ത എല്ലാ പട്ടണങ്ങൾക്കും വരുത്തും എന്ന് പറഞ്ഞു. ദൈവമാണ് സംസാരിക്കുന്നത്, യിരെമ്യാ പ്രവാചകനല്ല. ജനം കാണുമ്പോൾ യിരെമ്യാ പ്രവാചകനാണ് സംസാരിക്കുന്നത്. അതുകൊണ്ടാണ് യിരെമ്യാ പ്രവാചകനോട് അവർക്ക് കലി. യിരെമ്യാ പ്രവാചകനോട് സ്വന്തം ഇഷ്ടപ്രകാരം സംസാരിക്കും. കൂടുതൽ പേരും ഇതല്ല പറയുന്നത്. യിരെമ്യാ പ്രവാചകൻ മാത്രമാണ് ഒരു കാര്യം പറയുന്നതെങ്കിൽ ഭൂരിപക്ഷം വരുന്ന അവിടെയുള്ള മറ്റെല്ലാ പ്രവാചകന്മാർ എന്ന് പറഞ്ഞു നടക്കുന്നവരൊക്കെയും പറയുന്നത്, പേടിക്കണ്ട, ഇവിടെ ദൈവം ഒരു അനർത്ഥവും വരുത്തില്ല, ഇവിടെ എല്ലാം സേഫാണ്, ഇവിടെ എല്ലാം ദൈവത്തിൻ്റെ കാര്യങ്ങളിൽ സുരക്ഷിതമാണ് എന്നാണ് അവർ പറയുന്നത്. പക്ഷേ ഒരുവൻ മാത്രം കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പം ഒരുവൻ പറയുന്നതാണോ ജനം ശ്രദ്ധിക്കുക, കൂടുതൽ പേര് പറയുന്നതാണ് ജനം ശ്രദ്ധിക്കുക. അപ്പം ഭൂരിപക്ഷത്തിൻ്റെ ഒരു ഭാഗത്ത്, പക്ഷെ ഇവിടെ ഭൂരിപക്ഷവും ന്യൂനപക്ഷവും ഒന്നും ദൈവത്തിൻ്റെ ഭാഗത്തില്ല. അതൊക്കെ നമ്മൾ ജനാധിപത്യത്തിൽ പറയുന്ന കാര്യങ്ങളാണ്. ദൈവത്തിൻ്റെ മുമ്പിൽ
ദൈവം ഒരുവൻ പറയുന്ന കാര്യം മാത്രമേ ഉള്ളൂ. ഏക സത്യദൈവം, ഏക ദൈവം, ഏക ദൈവം. രണ്ടുമില്ല, മൂന്നുമില്ല, നാലുമില്ല, അഞ്ചുമില്ല, ഒന്നുമില്ല. ഏക ദൈവം. ഇവിടെ 3 പേര് ചേർന്ന് തീരുമാനിക്കുന്നില്ല, 2 പേര് ചേർന്ന് തീരുമാനിക്കുന്നില്ല. ഒരുവനാണ് തീരുമാനിക്കുന്നത്, അത് ദൈവമാണ്. ആ ദൈവം ഏകനാണ്, ഏക സത്യദൈവമാണ്. ആ ദൈവം ഒരു കാര്യം തീരുമാനിച്ചാൽ, ആ കാര്യം പറഞ്ഞാൽ അങ്ങനെ തന്നെ ഈ ഭൂമിയിൽ നടക്കും. ജനാധിപത്യമൊന്നും അവിടെ ഇല്ല. അതൊക്കെ മനുഷ്യരുടെയിൽ മനുഷ്യനുണ്ടാക്കുന്ന ചില കാര്യങ്ങളാണ്. പക്ഷേ ദൈവത്തിന് മുമ്പിൽ സർവ്വം സൃഷ്ടിച്ച ദൈവം, സകലത്തിന് ഉടയവനായ ദൈവം, സർവ്വത്തെ നടത്തുന്ന ദൈവം, ആ ഒരു ദൈവത്തിന് അങ്ങനെ ഒരു സ്വാതന്ത്ര്യം ഇല്ലേ? അങ്ങനെ അധികാരമില്ലേ? അങ്ങനെ ഒരു ശക്തിയില്ലേ? പവറില്ലേ? അങ്ങനെ ഒരു പ്രിവിലേജ് ഇല്ലേ? എല്ലാം ഉണ്ട്. കാരണം ദൈവത്തിൻ്റെ ഉടമസ്ഥതയിലുള്ളതാണ് ഇതെല്ലാം. കുശവൻ്റെ കാര്യം പറഞ്ഞതുപോലെ, ആ കുശവനെ കളിമണ്ണിൽ നിന്ന് പുതിയൊരു ഉണ്ടാക്കാൻ ആരെങ്കിലും കുശവനോട് പറയുമോ, നീ എന്താടാ ഇങ്ങനെ ഉണ്ടാക്കിയത്, മാറ്റി ഉണ്ടാക്കാത്തെന്താ, അങ്ങനെയല്ല ഇങ്ങനെ ഉണ്ടാക്കുക എന്നൊന്നും പറയില്ല. നീ ചെയ്തത് കുറ്റമായി തെറ്റായിപ്പോൾ ഒന്നും കുശവനോട് ആ മണ്ണിൻ്റെ മേൽ പൂർണ്ണമായ അധികാരം, ആ പിന്നെ എന്താ പറയണത്, ആ കളിമണ്ണിൻ്റെ മേൽ പൂർണ്ണമായ അധികാരം ഉള്ളത് ആ കുശവനാണ്. കുശവനോട് ആരും ചോദിക്കില്ല എന്തുകൊണ്ടാണ് അത് ഉടച്ചു കളഞ്ഞതെന്നോ, എന്തുകൊണ്ടാണ് അത് ഇന്ന് ചെയ്യാത്തതെന്നോ, നീ ഇന്നലെ ഉണ്ടാക്കിയതിനെ നീ അത് കീറിക്കളഞ്ഞത് എന്താ, വീണ്ടും ചെളിയാക്കി അവിടെ വെച്ചിരിക്കുന്നത് എന്താ, ഇതൊന്നും ഒരു കുഞ്ഞു പോലും ആ കുശവനോട് ചോദിക്കില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അങ്ങനെ ഒരു ചോദ്യം ചെയ്യപ്പെടാത്ത ഒരു അധികാര കേന്ദ്രമാണ് ദൈവത്തിൻ്റെത്. ദൈവത്തിന് അങ്ങനെ നമ്മൾ മനസ്സിലാക്കാൻ. നമ്മൾ ദൈവത്തിന് ഇതൊക്കെ സ്വാതന്ത്ര്യമുണ്ട്. നിങ്ങൾ വലിപ്പത്തിൽ ഒരുപാട് പേരായതുകൊണ്ടോ, നിങ്ങളെല്ലാവരും വിശുദ്ധരായതുകൊണ്ടോ, നിങ്ങൾ നല്ലവരായതുകൊണ്ടോ ഒന്നുമല്ല ഞാൻ നിങ്ങളെ വിളിച്ച് എൻ്റെ ജനമാക്കിയത്. നിങ്ങൾ എണ്ണത്തിൽ കുറവായിരുന്നുവല്ലോ. ദൈവം പറയുകയാണ്, ഇസ്രായേലിനെ നോക്കിയാണ് പറയുന്നത്, നിങ്ങളുടെ എണ്ണത്തിൽ കുറവായിരുന്നല്ലോ. ഞാൻ നിങ്ങളുടെ പിതാവായ അബ്രഹാമിനോടും ഇസ്ഹാക്കിനോടും യാക്കോബിനും ചെയ്ത ഒരു വാക്ക്, ഒരു സത്യം, ഒരു പ്രോമിസ്, അതാണ് ഞാൻ നിങ്ങളെ എൻ്റെ ജനമായി സ്വീകരിക്കാൻ കാരണമെന്ന് ദൈവം പറയുന്നുണ്ട്. അപ്പം ദൈവം വാക്ക് പറഞ്ഞാൽ മാറാത്തവനുമാണ്. ആ ദൈവത്തെ ദൈവമായി കാണാൻ, ദൈവം ഒരുവനേ ഉള്ളൂ. ആ ദൈവത്തെ ബാക്കിയെല്ലാം പലതുമുണ്ട്, ബാക്കിയൊക്കെ പലതുമുണ്ട്. പുഷ്പങ്ങൾ പലതുണ്ട്, രാജാക്കന്മാർ പലതുണ്ട്, ഗ്രഹങ്ങൾ പലതുണ്ട്, സൗരയൂഥങ്ങൾ പലതുണ്ട്, നദികളുണ്ട്, പർവ്വതങ്ങളുണ്ട്, എല്ലാം പലതുണ്ട്. പക്ഷെ ദൈവം ഒരുവനേ ഉള്ളൂ. ആ ദൈവത്തെ അറിയേണ്ടതുപോലെ അറിയുക എന്നുള്ളതാണ് എല്ലാ മനുഷ്യർക്കും നല്ലത്. അറ്റ്ലീസ്റ്റ് ദൈവത്തെ അറിയാമെന്ന് പറയുന്ന ഞാനും താങ്കളും അടക്കമുള്ളവരെങ്കിലും ആ സത്യത്തെ സത്യമായി ഗ്രഹിച്ച് ദൈവം ആരാണ്, ആ ദൈവത്തെ ദൈവമായി കണ്ടുകൊണ്ട് ജീവിക്കാൻ കഴിയണം എന്നുള്ളതാണ്. 3-ാമത്തെ വായനാഭാഗത്തിൽ നിന്ന് 2-ാമത്തെ വായനാഭാഗത്തിൻ്റെ അവസാനം നമ്മൾ കാണുന്നത് ഉള്ളിലെ യഹൂദനായവനാണ് യഹൂദൻ, ആത്മാവിലുള്ള ഹൃദയപരിച്ഛേദനയാണ് പരിച്ഛേദന എന്ന് വായിക്കുന്നുണ്ട്. അവന് പുകഴ്ച ലഭിക്കുന്നത് ദൈവത്തിൽ നിന്നാണ്. അതുകൊണ്ട് ദൈവത്തോട് ചോദിക്കുന്നത്, യഹൂദന് പ്രത്യേകിച്ച് വിശേഷതയൊന്നുമില്ല, പരിച്ഛേദന കൊണ്ട് പ്രത്യേക പ്രയോജനവുമൊന്നുമില്ല. അപ്പം ജന്മം കൊണ്ട് യഹൂദനായതുകൊണ്ടോ അവൻ പരിച്ഛേദന കഴിച്ചതുകൊണ്ടോ കാര്യമില്ല. അവൻ്റെ ജീവിതം എങ്ങനെയാണെന്നുള്ളതാണ്, അവൻ്റെ വിശ്വാസം എന്താണ്, ഇതാണ് അതിൻ്റെ കാര്യം. ഈ 2 കാര്യങ്ങൾ ഭൗതികമായി സംഭവിക്കുന്നതാണ്. ഒരു യഹൂദൻ അപ്പൻ യഹൂദനായതുകൊണ്ട് യഹൂദനായി ജനിക്കാം. ആ നിയമം 8-ാം നാളിൽ പരിച്ഛേദന ഏൽക്കണം എന്നുള്ളതുകൊണ്ട് ഈ ജനിച്ചവൻ്റെ അനുവാദം പോലും ചോദിക്കാതെ പരിച്ഛേദനയും കഴിക്കും. ഈ 2 കാര്യത്തിലും അയാൾക്ക് യാതൊരു വ്യക്തിപരമായി അയാൾ തീരുമാനം ചെയ്യുന്നതല്ല. അതുകൊണ്ടൊന്നും ദൈവത്തിന് പ്രസാദകരമായി ജീവിക്കാനൊക്കത്തില്ല. അപ്പോൾ ദൈവത്തെ അറിഞ്ഞ് തൻ്റെ വളർച്ചയിൽ മുന്നോട്ട് വരുമ്പോൾ ലഭിക്കുന്ന ഉപദേശപ്രകാരം ദൈവത്തോട് കീഴ്പ്പെട്ട് ദൈവത്തെ മനസ്സിലാക്കി ദൈവത്തെ അറിഞ്ഞ് ദൈവത്തിൽ വിശ്വസിച്ച് ജീവിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അവിടെ മറ്റൊരു കാര്യം താഴോട്ട് വരുമ്പോൾ ചോദിക്കുന്നുണ്ട്. അത് സങ്കീർത്തനങ്ങൾ 14:53 സങ്കീർത്തനങ്ങൾ 14:53 എന്നീ 2 സങ്കീർത്തനങ്ങളിലും ഉള്ള ഒരു കാര്യമാണ്. നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല, ഗ്രഹിക്കുന്നവനല്ല, ദൈവത്തെ അന്വേഷിക്കുന്നവനും ഇല്ല. അപ്പോൾ അത് ദൈവജനത്തെ സംബന്ധിച്ചും ലോകത്തിലെ ജാതികളെ സംബന്ധിച്ചും ഒക്കെയും ചേർത്ത് വായിച്ചാലും അത് വളരെ കറക്റ്റാണ്. അപ്പോൾ ദൈവജനത്തെ സംബന്ധിച്ച് ദൈവത്തെ അന്വേഷിക്കുന്നവരെ, ക്രിസ്തുവിന്റെ ദൈവത്തിലേക്ക് വന്നവർ, അല്ലെങ്കിൽ ജന്മനാ തന്നെ യഹൂദന്മാരായിട്ടുള്ളവർ, ഇപ്പം ഒന്നിൽ ഒരു കാര്യം കൃത്യമായി ദൈവത്തെ അനുസരിക്കുകയും മറ്റൊന്നിൽ തെറ്റിപ്പോയാൽ പോലും സംഗതി മാറിപ്പോയില്ലേ.
അപ്പോൾ അതുകൊണ്ട് നമ്മൾ 100% പെർഫെക്റ്റായിട്ട് ജീവിക്കാൻ ഒരാൾക്ക് ഒക്കുന്നില്ല. അങ്ങനെ നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലും ഇല്ലെന്നാണ് പറയുന്നത്. അങ്ങനെയില്ല. അപ്പം നമുക്ക് അന്വേഷിച്ച് നോക്കുമ്പോൾ യേശുക്രിസ്തു അല്ലാതെ വേറെ ഒരു മനുഷ്യൻ 100% നീതിമാൻ, പ്രവൃത്തി കൊണ്ട് നീതിമാനായിട്ട് ആരുമില്ല. അതാണ് പറയുന്നത്. അപ്പോൾ എന്നിട്ട് അതിൻ്റെ 22 എത്തുമ്പം വീണ്ടും ദൈവം അത് തന്നെയാണ് പറയുന്നത്. ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത്, 23 വാക്യം, പാപം ചെയ്ത് ദൈവതേജസ്സ് ഇല്ലാത്തവരായി തീർന്നിരിക്കുന്നു. അവൻ്റെ കൃപയാലാണ് യേശുക്രിസ്തുവിലെ വീണ്ടെടുപ്പ് പോലും സൗജന്യമായി നീതീകരിക്കപ്പെടുന്നത്. മുകളിലൊരു കാര്യം എഴുതിയിട്ടുണ്ട്, ന്യായപ്രമാണത്തിൽ പാപത്തിൻ്റെ പരിജ്ഞാനമാണ് വരുന്നത്. ദൈവത്തിൻ്റെ നിയമം നമ്മൾ എടുക്കുമ്പോൾ പാപത്തെക്കുറിച്ചുള്ള ബോധ്യമാണ് നമുക്ക് വരുന്നത്. എന്നിട്ട് അത് പ്രകാരം ജീവിക്കുമ്പോൾ മാത്രമാണ് ആ നീതിയിലേക്ക് വരിക. പക്ഷേ ഒരിക്കലും അവിടെ അപ്പോസ്തലൻ എഴുതിയിരിക്കുന്നത് വിശ്വസിക്കുന്നവർക്കും യേശുക്രിസ്തുവിലെ വിശ്വാസത്താലുള്ള ദൈവനീതി തന്നെ ന്യായപ്രമാണം കൂടാതെ വെളിപ്പെട്ട് വന്നിരിക്കുന്ന. അപ്പം ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികളിൽ ആശ്രയിച്ച് നീതീകരണം പ്രാപിക്കാമെന്ന് വിചാരിച്ചാൽ ഒരു മനുഷ്യനും സാധിക്കുകയില്ല. എന്ന് പറഞ്ഞാൽ ന്യായപ്രമാണം തള്ളിക്കളയണമെന്നോ ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികളിൽ അനുസരിക്കാൻ പരിശ്രമിക്കാതിരിക്കണമോ എന്നർത്ഥമില്ല. പക്ഷേ ന്യായപ്രമാണം ത്തിലെ കാര്യങ്ങൾ, പ്രവൃത്തികൾ ചെയ്ത് നീ നീതീകരണം പ്രാപിക്കാമെന്ന് നീ വിചാരിക്കുക. നിനക്ക് ഹൃദയപരമായി എങ്ങനെയാണ്, നിൻ്റെ ഹൃദയം ദൈവത്തോട് എങ്ങനെയാണെന്നുള്ളതാണ് കാര്യം. അത് മത്തായിയുടെ സുവിശേഷം ചോദിക്കുന്നുണ്ടല്ലോ, 1-ാമത്തെ കൽപ്പന ഏത്, 2-ാമത്തെ കൽപ്പന ഏത്? നിൻ്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും സ്നേഹിക്കാം. അപ്പോൾ അങ്ങനെ ഒരു കാര്യം ചെയ്യുമ്പോൾ പിന്നെ ഈ എന്താണ് ന്യായപ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്ന കാര്യങ്ങൾ അന്വേഷിക്കുക പോലും വേണ്ട. അതുപ്രകാരം നമുക്ക് ജീവിക്കാൻ കഴിയും. നിൻ്റെ അയൽക്കാരനെ അല്ലെങ്കിൽ നിൻ്റെ സഹോദരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കുക. നീ നിന്നെ സ്നേഹിക്കുന്ന പോലെ നീ മറ്റുള്ളവരെ സ്നേഹിക്കുക. അവിടെയും നമ്മുടെ സഹജീവികളോട് പാപം ചെയ്യുന്ന, അവർക്ക് ദോഷം വരുന്നൊരു കാര്യം ചെയ്യാൻ കഴിയുകയില്ല. അപ്പോൾ ന്യായപ്രമാണം പൂർണ്ണമായും അവിടെ തന്നെ നിവൃത്തിയാകപ്പെടും അവരവരുടെ ജീവിതത്തിൽ. അതുകൊണ്ട് എന്താണെന്ന് അന്വേഷിക്കുക പോലും വേണ്ട. പക്ഷേ ഇവിടെ പറയുന്നത് അങ്ങനെ ഒരു കാര്യം പ്രവൃത്തികൾ ആശ്രയിച്ചാൽ നടക്കില്ല. നമ്മുടെ മനസ്സ്, ഹൃദയം എങ്ങനെയാണോ അതനുസരിച്ച് നമ്മുടെ പ്രവൃത്തി നടക്കും. പ്രത്യേകിച്ചൊരു കാര്യം പ്രത്യേകം പറയുന്നത് തന്നെ, അതിൻ്റെ അങ്ങനെയാണെങ്കിൽ, അതായത് വിശ്വാസത്താലാണ് നീതീകരിക്കപ്പെടുന്നതെങ്കിൽ യഹൂദന്മാരല്ലാതായിരിക്കുന്നവർക്കും പരിച്ഛേദന ഇല്ലാത്തവർക്കും ഈ നീതീകരണം പ്രാപിക്കാമെന്നുള്ളതാണ്. അതാണ് 29-ാമത്തെ വാക്യത്തിൽ 3:29 ദൈവം യഹൂദന്മാരുടെ മാത്രം ദൈവമോ ജാതികളുടെയും ദൈവമല്ലയോ? അതെ, ജാതികളുടെയും ദൈവമാകുന്നു. എല്ലാവർക്കുമുള്ള ദൈവമാണ്. ദൈവമേകനല്ലോ. അത് ഈ ദൈവമേകനല്ലോ എന്നൊക്കെ പറഞ്ഞാൽ വായിച്ചു പോകേണ്ട കാര്യമല്ല. ദൈവമേകനാണ് എന്ന് ബൈബിളിൽ പല സ്ഥലങ്ങളിലും കാണുന്നതിൽ ഒരു വാക്യമാണ് ദൈവമേകനല്ലോ എന്നുള്ളത്. അത് ഒരു വായിച്ചു പോയെന്ന് ചുമ്മാ ഒരു നോവലിൽ വരുന്നൊരു വാക്യം പോലെ ഇങ്ങനെ പോകുന്നതല്ല. അത് വളരെ സത്യമായ, നമ്മൾ വിശ്വസിക്കേണ്ട, 100% ഏറ്റെടുക്കേണ്ട ഒരു വാക്കാണത്, ദൈവമേകനല്ലോ എന്നുള്ളത്. അവന് വിശ്വാസം മൂലം പരിച്ഛേദനക്കാരെയും വിശ്വാസ അഗ്രചർമ്മികളെയും നീതീകരിക്കുന്നു. എന്നിട്ട് അതിൻ്റെ 4-ാമത്തെ അധ്യായത്തിൽ അബ്രഹാമിനെ വെച്ചിട്ടാണ് ഈ കാര്യം സംസാരിക്കുന്നത്. അബ്രഹാമിനെ സംബന്ധിച്ച് ഉൽപ്പത്തി 15-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചു നോക്കിയാൽ അബ്രഹാം എങ്ങനെയാണ് നീതീകരിക്കപ്പെട്ടതെന്ന് നമുക്കറിയാം. അബ്രഹാം യഹൂദനായിരുന്നില്ലല്ലോ. കാരണം അബ്രഹാമിൽ നിന്നല്ലേ അബ്രഹാമിൻ്റെ മകൻ ഇസ്ഹാക്കിൻ്റെ മകൻ യാക്കോബിൻ്റെ സന്തതി പരമ്പരകളെയാണല്ലോ ഇസ്രായേലർ അല്ലെങ്കിൽ യഹൂദ എന്നൊക്കെ പറയുന്നു. അപ്പോൾ അതിനു മുമ്പുള്ള അബ്രഹാം ഏത് യഹൂദനാണ്? അപ്പോൾ അവിടെ യഹൂദനായതുകൊണ്ട് ന്യായീകരിക്കപ്പെടുകയല്ല, മറിച്ച് അല്ലെങ്കിൽ അന്ന് ന്യായപ്രമാണം ഇല്ലല്ലോ. പിന്നെ എത്രയോ തലമുറ കഴിഞ്ഞ് മോശയിലൂടെയല്ലേ ന്യായപ്രമാണം വരുന്നത്. അപ്പോൾ അബ്രഹാം നീതീകരിക്കപ്പെട്ടവനാണ് എന്ന് ദൈവത്തിൻ്റെ വചനം ഇവിടെയും സാക്ഷീകരിക്കുന്നുണ്ട്, ഉൽപ്പത്തി 15-ലും സാക്ഷീകരിക്കുന്നുണ്ട്. അത് മറ്റൊന്നും കാരണത്താലല്ല, വിശ്വാസത്താലാണ്. അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു, അതവന് നീതിയായി കണക്കിട്ടുവെന്ന് ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിൽ തന്നെ 6-ാം വാക്യത്തിൽ തന്നെ എഴുതിയിട്ടുണ്ട്. അപ്പം വിശ്വാസത്താലാണ് അബ്രഹാം നീതീകരിക്കപ്പെടുന്നത്, നമ്മൾ ഓരോരുത്തരും നീതീകരിക്കപ്പെടുന്നു എന്നുള്ളതാണ്. അതിലേക്കാണ് വരുന്നത്. യഹൂദനായതുകൊണ്ട് പരിച്ഛേദന ഉള്ളതുകൊണ്ടല്ല. അബ്രഹാമിന് അന്ന് യഹൂദനുമല്ല. അബ്രഹാം ദൈവത്തിൽ വിശ്വസിക്കുമ്പോൾ അബ്രഹാം പരിച്ഛേദനയുമില്ല. പിന്നെയാണ് അബ്രഹാമിൻ്റെ മക്കൾ ജനിച്ചതിന് ശേഷമാണ് പരിച്ഛേദന അബ്രഹാമിൻ്റെ മക്കൾക്കും അബ്രഹാമിനുമൊക്കെ അത് നടത്തുന്നത്. അപ്പോൾ വിശ്വസിക്കുന്ന സമയത്ത് അബ്രഹാമിന് പരിച്ഛേദന പോലുമില്ല. അപ്പോൾ അതിന് പരിച്ഛേദനയോ
യഹൂദനോ ഒന്നും അതിനൊരു മീറ്ററല്ല, അല്ലെങ്കിൽ അതിനൊരു അളവുകോലല്ല എന്നുള്ളതാണ്. ഇവിടെ ഒരു കാര്യം പറയുന്നത്, പ്രവർത്തിക്കുന്നവന് കൂലി പങ്കിടുന്നത് കൃപയായിട്ടല്ല കടമായിട്ടാണ്. അപ്പോൾ നീ പ്രവർത്തിച്ചില്ലെങ്കിൽ പ്രവർത്തിക്കുന്ന ഫലം കിട്ടും. നല്ലത് ചെയ്താൽ നല്ലത് കിട്ടും, തിന്മ ചെയ്താൽ തിന്മ കിട്ടും. അതാണ് ഇതിൻ്റെ അടിസ്ഥാനം എന്നുള്ളതാണ്. പക്ഷേ കൃപ ലഭിക്കുന്നതെല്ലാം അവരുടെ വിശ്വാസത്തിൻ്റെ അല്ലെങ്കിൽ മനസ്സിൻ്റെ ഹൃദയത്തിൻ്റെ രീതിക്കനുസരിച്ചാണ് എന്നുള്ളതാണ്. എന്നിട്ട് താഴോട്ട് 13-ാമത്തെ വാക്യത്തിൽ 4-ാം അധ്യായം, ഇന്ന് നമ്മൾ വായിക്കുന്നത് റോമർ 3-4 അധ്യായങ്ങളാണല്ലോ. അതിൽ 4-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ ലോകാവകാശിയാകുമെന്നുള്ള വാഗ്ദത്തം അബ്രഹാമിനോ അവൻ്റെ സന്തതിക്കോ ന്യായപ്രമാണത്താലല്ല വിശ്വാസത്താൻ്റെ നീതിയാലല്ലോ ലഭിച്ചതെന്നാണ്. അതാണ് അവിടെ ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ കാര്യത്തിൻ്റെ കുറച്ചുകൂടി വ്യക്തമായി അവിടെ നമ്മൾ പറയുന്നത്. അതുകൊണ്ട് ന്യായപ്രമാണം ഉള്ളതുകൊണ്ടാണ് ഈ ലംഘനത്തെക്കുറിച്ച് നമ്മൾ അറിയുന്നത്. ന്യായപ്രമാണം ഇല്ലാത്തൊരു സമയത്ത്, ന്യായപ്രമാണം ഇല്ലാത്ത കാലത്ത് ഈ ലംഘനങ്ങൾ, ഈ പറയുന്ന ലംഘനങ്ങളൊന്നും അവിടെ ഇല്ല. അവിടെ നമ്മൾ വീണ്ടും വായിക്കുന്നത്, അതുകൊണ്ട് കൃപാദാനം എന്ന് വരേണ്ടതിന്, കൃപാദാനം ദൈവത്തിൻ്റെ ദാനം, ദൈവത്തിൻ്റെ കൃപ, ദൈവത്തിൻ്റെ കൃപാദാനം, അതാണ് എന്ന് വരേണ്ടത് വിശ്വാസത്താൽ അത്രേ അവകാശികളെന്ന് പറയുന്നുണ്ട്. നിനക്കും നിൻ്റെ സന്തതിക്കും ഇത് കാണുന്ന ഭൂമിയൊക്കെയും തരുമെന്ന് പറയുമ്പം ആ സന്തതിയും അബ്രഹാമിനെ പോലെ തന്നെ വിശ്വാസമുള്ളവനാകണം. അപ്പം അങ്ങനെ വിശ്വാസമുള്ളവനാകുന്ന സന്തതിക്കാണ് ഈ വാഗ്ദത്തം ലഭിക്കുന്നത്. നമ്മൾ വായിക്കുന്നത് എന്ന് വരേണ്ടതിന് വിശ്വാസത്താലത്രേ അവകാശികളാകുന്നത്. വാഗ്ദത്തം സകല സന്തതിക്കും ന്യായപ്രമാണമുള്ളവർക്ക് മാത്രമല്ല, അബ്രഹാമിൻ്റെ വിശ്വാസമുള്ളവർക്കും കൂടെ ഉറപ്പാക്കേണ്ടതിന് തന്നെ. അപ്പം യഥാർത്ഥത്തിൽ ന്യായപ്രമാണം ലഭിച്ച ഒരു ജാതിയല്ല നമ്മളാരും. നമുക്ക് അബ്രഹാമിൻ്റെ വിശ്വാസമാണ് ഉണ്ടാകേണ്ടതെന്നാണ്. ഇത് അന്നത്തെ കാലത്ത് അനുസരിക്കണം, ന്യായപ്രമാണ പ്രകാരം ജീവിക്കണം, ന്യായപ്രമാണത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കണം, അതുപോലെ തന്നെ പരിച്ഛേദന ഏൽക്കണം എന്നുള്ള ഉപദേശം യഹൂദന്മാർ ഈ പുതിയതായി വന്ന വിശ്വാസികളെ അത് പറഞ്ഞ് പീഡിപ്പിക്കുകയും അത് ചെയ്യാൻ നിർബന്ധിക്കുകയും അത് ചെയ്താലേ യഥാർത്ഥത്തിൽ ഈ പറഞ്ഞ ഒരു അവകാശത്തിലേക്ക് വരികയുള്ളൂ എന്നൊക്കെയും പഠിപ്പിക്കുന്നതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഈ ഉപദേശങ്ങളൊക്കെയും കൊടുക്കുന്നത്. വളരെ സംഘർഷപൂരിതമായ ഒരു കാലഘട്ടമായിരിക്കും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. കാരണം പരിച്ഛേദനയും ന്യായപ്രമാണത്തിൻ്റെ കൽപ്പനകളും അനുസരിക്കണം എന്ന് പറഞ്ഞ് ജീവിക്കുന്ന അതേ കാലത്തിൽ തന്നെയാണ് യേശുക്രിസ്തു ജനിച്ചതും ജീവിച്ചതും ഈ പൗലോസ് അപ്പോസ്തലൻ പഠിച്ചതുമായ കാര്യങ്ങളെല്ലാം. അത് പഠിച്ച ആളുകൾ തന്നെയാണ് യേശുക്രിസ്തു പറയുന്നത് ശബത്തിനും കർത്താവാണ് എന്ന് പറയുന്നത്. ശബത്ത് ദിവസത്തിൽ പ്രവൃത്തി ചെയ്തെന്ന് പറയുമ്പോൾ ശബത്ത് ദിവസത്തിൽ നന്മ ചെയ്യുന്നത് എന്നൊക്കെ പറയും. അപ്പോൾ ഇതെല്ലാം പഴയ നിയമങ്ങളെയൊക്കെയും ഖണ്ഡിക്കുന്നതാണ്. ജനം നോക്കുമ്പോൾ ഇതെല്ലാം ലംഘിക്കുന്നു എന്നാണ് അവർ പറയുന്നത്. അപ്പം അത് ഒരിക്കലും ലംഘിക്കലല്ല, മറിച്ച് ഇതെല്ലാം ഒരു കൽപ്പനയായി ഭയത്തോടു കൂടി കാണുന്നതിന് പകരം ഇത് ദൈവം നമുക്ക് വേണ്ടി അനുവദിച്ച സ്നേഹത്തിൻ്റെ പ്രതിഫലനമാണ് എന്ന രീതിയിൽ അതിനെ കാണാൻ കഴിയുന്നുവെങ്കിൽ അവിടെയാണ് ദൈവവും മനുഷ്യനും, ദൈവവും വിശ്വാസിയും, ദൈവവും ഭക്തനും തമ്മിലുള്ള യഥാർത്ഥ ബന്ധം കെടുക്കുന്നത്. അവിടെ ഞാൻ നിന്നെ ബഹുജാതികൾക്ക് പിതാവാക്കി വെച്ചു എന്ന് എഴുതിയിരിക്കുന്നു, നിൻ്റെ സന്തതി ഇവണ്ണമാകും എന്നൊക്കെയും ആ ഉൽപ്പത്തി പുസ്തകത്തിൽ ഇത് എഴുതിയിരിക്കുന്ന സമയത്ത് ഭാവിയിൽ അതിനെ സംബന്ധിച്ചുള്ള ഒരു ലക്ഷണങ്ങളും അബ്രഹാമിൻ്റെ മുമ്പിലില്ല. പക്ഷേ ദൈവം പറഞ്ഞതുകൊണ്ട് അവിടെ എഴുതിയിരിക്കുന്ന ആശയ്ക്ക് വിരോധമായി ആശയോട് വിശ്വസിച്ചു എന്നാണ്. അപ്പോൾ സാധ്യത നോക്കുമ്പോൾ നടക്കാൻ യാതൊരു സാധ്യതയുമില്ല. പക്ഷേ ദൈവം അത് പറഞ്ഞതുകൊണ്ട് അത് അബ്രഹാം വിശ്വസിച്ചു. അങ്ങനെയാണ് വിശ്വാസത്താൽ അത്രയും പ്രായമായിട്ട് സാറ ഗർഭം ധരിച്ച് പ്രസവിക്കുന്നതൊക്കെ അതൊരു വലിയ അത്ഭുതമായിട്ട് ദൈവത്തിന് മാത്രം കഴിയുന്നൊരു അത്ഭുതമായിട്ടാണ് അവിടെ കിടക്കുന്നത്. എന്നിട്ട് അതിൻ്റെ അവസാനത്തിൽ എഴുതിയിരിക്കുന്ന കാര്യമാണ് നമുക്ക് കുറച്ചുകൂടെ, അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും ശ്രദ്ധയോടെയും നമ്മളായിരിക്കേണ്ടതുമായൊരു വാക്യമാണ്. നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം, പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മരണത്തിന് ഏൽപ്പിച്ചു. ഈ യേശുക്രിസ്തു മരിച്ചത് ഇന്ന്, യേശുക്രിസ്തു മരിക്കുമ്പോൾ നമ്മളാരും ജീവിച്ചിരിപ്പില്ല, നമ്മളാരും അന്നൊരു അതിക്രമവും ചെയ്തിട്ടുമില്ല. അപ്പോൾ ഇതെന്താണ്? ഇനി വരുവാനിരിക്കുന്നവരുടെ അതിക്രമങ്ങൾ പോലും അതിനും കൂടെ പകരമായിട്ട് യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടു എന്നാണ്. അപ്പോൾ യേശുക്രിസ്തു മരിക്കുമ്പോൾ നമ്മളില്ലല്ലോ, നമ്മളൊരു അകൃത്യവും ചെയ്തിട്ടുമില്ല.
അകൃത്യം ചെയ്ത് വന്നാൽ 2000 വർഷത്തിന് ശേഷം ജനിക്കുകയും ജീവിക്കുകയും ചെയ്ത് നമ്മളാണ് അകൃത്യങ്ങൾ ചെയ്തത്. അപ്പോൾ അതാണ് ശ്രദ്ധിക്കേണ്ടത്. നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മരണത്തിന് ഏൽപ്പിച്ചും നമ്മുടെ നീതീകരണത്തിനായി ഉയർപ്പിച്ചുമിരിക്കുന്ന നമ്മുടെ കർത്താവ് യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവനിൽ വിശ്വസിക്കുന്ന നമുക്കും കണക്കിടുവാനുള്ളതാകയാൽ തന്നെ. അപ്പോൾ യേശുക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച ദൈവത്തിൽ, യേശുക്രിസ്തു തന്നെ ഉയർത്തതല്ല, യേശുക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചതാണ് എന്നും അങ്ങനെ ഉയർപ്പിച്ച ഒരുവനുണ്ടെന്നും ആ ഉയർപ്പിച്ചവന് വിശ്വസിക്കുന്ന നമുക്കും കണക്കിടുവാനുള്ളതാകയാൽ തന്നെ. ക്രിസ്തു പറഞ്ഞ കാര്യങ്ങളും ക്രിസ്തുവിൻ്റെ ഉപദേശങ്ങളും ഒക്കെ നമ്മൾ വിശ്വസിക്കുകയും കേൾക്കുകയും അനുസരിക്കുകയും വേണം. ക്രിസ്തു തന്നെ പറയുന്നുണ്ട്, ഈ എൻ്റെ ഉപദേശങ്ങളൊന്നും എൻ്റെയല്ല, എന്നെ അയച്ച പിതാവിൻ്റേതാകുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളിവിടെയും മനസ്സിലാക്കേണ്ടത്. നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടിയാണ് യേശു ക്രിസ്തു ജീവനെ അർപ്പിച്ചത്, ഒരു യാഗമായത്. യാഗത്തിൻ്റെ ഉദ്ദേശം അതാണല്ലോ. ഒരുവൻ ചെയ്ത പാപത്തിൻ്റെ ഫലം പരിഹാരത്തിന് വേണ്ടിയിട്ടാണ് ആടിനെയോ മാടിനെയോ പ്രാവിനെയോ കുരുകിലിനെയോ ഒക്കെ യാഗമായി രക്തം ചിന്തുന്നത്. ഇവിടെയും യേശുക്രിസ്തു രക്തം ചിന്തിയത് നമുക്കും അന്ന് ജീവിച്ചിരുന്നവർക്കും പിന്നീട് ജീവിച്ച നമുക്കും ഇനി ജനിച്ച് ജീവിക്കാനുള്ളവർക്കും വേണ്ടിയുള്ള പാപമോചനത്തിനാണ്. അപ്പം അത് ചിലപ്പോൾ ഒരു ലോകത്തിന് അതൊരു ലോജിക്കായിരിക്കത്തില്ല. നീ ചെയ്ത കുറ്റത്തിന് വേറൊരാൾ എങ്ങനെയാണ് ഇതാകുന്നത്? പക്ഷേ ഈ എല്ലാ ജാതികളുടെ ഇടയിലും യാഗങ്ങളുണ്ടായിരുന്നല്ലോ. ഇന്ന് ഇന്ത്യയിലും യാഗങ്ങളുണ്ടായിരുന്നല്ലോ. അതൊക്കെ യാഗങ്ങളൊക്കെ ബൈബിളിൽ നിന്ന് വന്നതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മനുഷ്യനിവിടെ കുരുതികളൊക്കെ കൊടുക്കുമായിരുന്നു, പലതരം കുരുതികൾ കൊടുക്കുമായിരുന്നു. ഇതൊക്കെ എവിടെ നിന്നാണ് വരുന്നത്? ബൈബിളിൽ നിന്ന് വരുന്ന ഉപദേശമാണ്. പക്ഷേ അത് ബൈബിളിൽ നിന്ന് വന്നതാണെന്ന് ചെയ്യുന്നവർക്ക് പോലും അറിയില്ല എന്നുള്ളതാണ്. അപ്പം അങ്ങനൊരു സിസ്റ്റം ഉണ്ടായിരുന്നു. ഇന്നും യേശുക്രിസ്തു യാഗമായി അർപ്പിക്കപ്പെട്ടതിന് ശേഷവും ഇന്നും ലോകത്തിൽ യാഗങ്ങൾ നടക്കുന്നുണ്ട്. സത്യത്തിൽ ആ യാഗങ്ങൾക്കൊന്നും ഒരു വാല്യൂ ഇല്ല. കാരണം ഒരു യാഗം ആയിട്ടുണ്ട്, ഇനിയൊരു യാഗവും ഇല്ല എന്ന് തന്നെയാണ് വചനം കൃത്യമായി. ഇനിയൊരു യാഗവും അവശേഷിക്കുന്നില്ല, ഇനിയൊരു യാഗവും അവശേഷിക്കുന്നില്ല. ആ യാഗം യേശുക്രിസ്തുവിൽ സകല യാഗങ്ങളും തീർന്നു കഴിഞ്ഞു. ഇനിയൊരു യാഗം അർപ്പിച്ച് നമുക്ക് നീതീകരണം പ്രാപിക്കാനില്ല. അതുകൊണ്ട് ഇവിടെ വീണ്ടും നമ്മൾ ഒന്നുകൂടെ വായിക്കുകയാണ്, നമ്മുടെ കർത്താവ് യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവനിൽ വിശ്വസിക്കുന്ന നമുക്കും കണക്കിടുവാനുള്ളതാകയാൽ തന്നെ എന്നാണ്. അതുകൊണ്ട് ഇന്ന് കേട്ട വായനാഭാഗങ്ങൾ ആഴമുള്ള ചില കാര്യങ്ങളാണ് നമ്മൾ റോമർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ നമുക്ക് വേണ്ടി എഴുതി തന്നിരിക്കുന്നത്. ബൈബിൾ വിശ്വസിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്വം. ബൈബിൾ എന്ത് പറയുന്നോ അത് കേൾക്കുവാനും, ലോകം പറയുന്നതല്ല, മറ്റ് മനുഷ്യർ പറയുന്നതല്ല, സഭകൾ പറയുന്നതല്ല, മറിച്ച് ദൈവം ബൈബിളിൽ എന്ത് പറയുന്നു എന്നുള്ളതാണ്. ലോകത്തിൽ നമ്മൾ പല ഉപദേശങ്ങൾ കേൾക്കുമ്പോൾ നമ്മുടെ ഉത്തരവാദിത്വം, വ്യക്തിപരമായ നമ്മുടെ ഉത്തരവാദിത്വം, എന്ത് തരം ഉപദേശങ്ങൾ പറഞ്ഞാലും നമ്മുടെ വ്യക്തിപരമായ ഉദ്ദേശം അല്ലെങ്കിൽ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് അത് ബൈബിളിൽ അങ്ങനെ തന്നെയാണോ എന്ന് പരിശോധിക്കുക എന്നുള്ളതാണ്. ബൈബിളിൽ അങ്ങനെ തന്നെയാണോ എന്ന് പരിശോധിക്കുക. അത് പരിശോധിച്ചിട്ട് അത് അങ്ങനെയാണെങ്കിൽ വിശ്വസിക്കുക, അല്ലെങ്കിൽ ബൈബിൾ എന്ത് പറഞ്ഞിരിക്കുന്നോ അത് വിശ്വസിക്കുക. ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് വ്യക്തിപരമായി നമുക്ക് ഓടിപ്പോകാനൊക്കില്ല. ഓടിപ്പോകാനെത്തിയാൽ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ അറിവ് തെറ്റുന്നത് കൊണ്ട് വിശ്വാസം തെറ്റും. വിശ്വാസം തെറ്റിയാൽ ഇന്നീ അധ്യായത്തിൽ പറയുന്ന പോലെ വിശ്വാസത്താൽ നീതീകരിക്കപ്പെടുക എന്നുള്ള പ്രോസസ്സിലൂടെ നമ്മൾ കടന്നു പോവുകയില്ല. നീതീകരണം പ്രാപിച്ചില്ലെങ്കിൽ ദൈവം നമുക്ക് വെച്ചിരിക്കുന്ന അവകാശവും വാഗ്ദത്വവും നമുക്ക് ലഭിക്കില്ല. നമ്മൾ വിദൂരത്തായി പോകും. വചനത്തിൽ വായിക്കുന്ന പോലെ പുറത്തായി പോകും, പാളയത്തിന് പുറത്ത്, അല്ലെങ്കിൽ ഇരുട്ടുള്ളിടത്ത്, അല്ലെങ്കിൽ കരച്ചിലും പല്ലുകടിയും ഉള്ളിടത്തേക്ക് ആയിപ്പോകും. അതിന് ഇടയാകാതിരിക്കാൻ വ്യക്തിപരമായ ഉത്തരവാദിത്വമാണ് ദൈവം എന്ത് പറഞ്ഞു എന്ന് അന്വേഷിക്കുക എന്നുള്ളത്. അത് ബൈബിൾ തുറന്നു വെച്ച് അതിനെ അന്വേഷിപ്പീൻ, നിങ്ങൾ കണ്ടെത്തും എന്നുള്ള വാക്ക് നമുക്ക് ഓരോരുത്തർക്കും അന്വേഷിക്കുമ്പോൾ കണ്ടെത്തുക തന്നെ ചെയ്യും. നന്ദി.